എന്നെ വല്ലാതെ മുറിവേൽപ്പിച്ച ഒരു വാക്കാണത്. അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഇവിടെ വന്നിട്ട് 10-12 ദിവസം കളിച്ചു കഴിഞ്ഞിട്ടായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു വാക്ക് എന്നെ വിളിച്ചു. പുറത്തുനിന്ന് ഒരുപാട് വിവാദങ്ങളിൽ അടിക്കപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ പുറത്തുള്ള ആ ഒരു വിവാദങ്ങളുടെ പേര് വെച്ചിട്ട് തന്നെയാണ് എനിക്ക് ആ ഒരു പേര് അക്ബർ തന്നത്. അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ലോകം മുഴുവൻ കണ്ടു നിൽക്കെ എന്റെ മോന്റെ കൂട്ടുകാരും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വാക്ക് എന്നെ വിളിച്ചത്. മിഡ് വീക്ക് എവിക്ഷനിൽ പോലും ആരെന്റെ പേര് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അയാൾ എന്റെ പേര് പറഞ്ഞു. എന്നെ പുറത്താക്കാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. ലാലേട്ടൻ പറഞ്ഞതാണ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണം എന്ന്. ബിഗ് ബോസും പറഞ്ഞതാണ് 2 ദിവസം സമയം എടുത്തൊരു തീരുമാനം എടുക്കണമെന്ന്. പക്ഷെ അവിടെയും എന്നെ പുറത്താക്കാനാണ് അക്ബർ ശ്രമിച്ചത്. എന്നെ വല്ലാതെ മുറിവേൽപ്പിച്ചു സെപ്റ്റിക് ടാങ്ക് എന്ന ഒരു വാക്ക്. ഇതിന്റെ പേരിൽ ഞാൻ പുറത്തായാലും ഞാൻ ഒരിക്കലും അക്ബറിനോട് ക്ഷമിക്കില്ല എന്നാണ് രേണുസുതി ലൈവിൽ ഇപ്പോ ക്യാമറയുടെ മുന്നിൽ പറഞ്ഞത്. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്യുവർലി രേണുസുതിയുടെ ഒരു ഗെയിമാണ്. ഉള്ളിൽ തൊട്ട ഒരു സംസാരം ഇങ്ങനെയല്ല. കാരണം അക്ബർ 1-2 തവണ രേണുസുതിയോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകരോടായിട്ടും ലാലേട്ടന്റെ മുന്നിൽ വെച്ചും ഒക്കെ അക്ബർ മാപ്പ് പറഞ്ഞതാണ്. ഇത് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. രേണുസുതിയുടെ കണ്ടന്റും വെടിയും ഒക്കെ തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു രീതിയിലുള്ള ഒരു കോണ്ടന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇനാക്റ്റീവായിട്ട് അവിടെ ഇരിക്കുവാണ്. അപ്പോൾ ആ സമയത്ത് ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ഒരു കേസ് വീണ്ടും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജനരോക്ഷം ഉണ്ടാവാൻ വേണ്ടിയും രേണുസുതിക്ക് അതിലൂടെ കൂടുതൽ സപ്പോർട്ട് ലഭിക്കാനും വേണ്ടിയാണ്, സിമ്പതി ട്രാക്ക് പിടിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഒരു രീതിയിലുള്ള ഒരു ആത്മാർത്ഥത എനിക്ക് ഈ ഒരു കേസിൽ ഫീൽ ചെയ്യുന്നില്ല. ഗെയിം തന്നെയാണ്. ഈ ഒരു പേര് പറഞ്ഞ അക്ബറിനെ എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത് രേണുസുതി ശ്രമിക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക. വിളിച്ച തെറ്റിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷെ മാപ്പ് പറഞ്ഞിട്ടും ഇതിങ്ങനെ വീണ്ടും വിക്ടിം കാർഡ് ഇറക്കി കളിച്ചുകൊണ്ടിരിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. ഈ ചീട്ട് ലാലേട്ടൻ തന്നെ കീറി വിടുന്നതായിരിക്കും നല്ലത്. അല്ലെ പിന്നെ ആ ഇറക്കിയ പ്രോമോയ്ക്കൊന്നും ഒരു രീതിയിലുള്ള മീനിങ്ങും ഇല്ലാതായി പോകും. വിക്ടിം ഗെയിം എന്ന് പറയുന്ന ഒരു ഗെയിം തന്നെ പാടില്ല ബിഗ് ബോസിനകത്ത്.